ഇത്തവണ തിരുവനന്തപുരം ജില്ലയിൽ കടുത്ത പോരാട്ടം, ത്രികോണ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആണ് ആറ്റിങ്ങൽ നിയമസഭാ സെഗ്മെന്റിൽ 1ാം സ്ഥാനത്ത് വന്നത്. BJP കഴിഞ്ഞ കുറച്ചു വർഷത്തിനുള്ളിൽ വലിയ കുതിച്ചുചാട്ടം നടത്തിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ. കാരണം 2011 BJP-യുടെ 6000 വോട്ട് മാത്രമാണ് BJP-ക്ക് അന്ന് കിട്ടിയിരുന്നത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. 2016 മുതലാണ് BJP അവിടെ അതിശക്തമായ മുന്നേറ്റം നടത്തുന്നത്. 2016-ലും 2021-ലും BJP മികച്ച പ്രകടനമാണ് നടത്തിയത്. കേരളത്തിലെ പല നിയോജക മണ്ഡലങ്ങളും 2016-ലേക്കാൾ BJP-ക്ക് 2021-ൽ വോട്ട് കുറവായിരുന്നെങ്കിൽ 2016-നേക്കാൾ വോട്ട് BJP വർദ്ധിപ്പിച്ച മണ്ഡലമാണ് ആറ്റിങ്ങൽ. 2021-ൽ ആറ്റിങ്ങലിൽ BJP 2ാം സ്ഥാനത്ത് വരികയായിരുന്നു. BJP-യുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി P. സുധീർ തന്നെയായിരുന്നു 2ാം സ്ഥാനത്ത് വന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആറ്റിങ്ങൽ സെഗ്മെന്റിൽ BJP 2ാം സ്ഥാനത്ത് വരുന്നത്. BJP സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് വലിയ സ്വാധീനമാണ് തിരുവനന്തപുരത്തെ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. കാരണം നേരത്തെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു BJP-ക്ക് കാര്യമായ സ്വാധീനം ഉണ്ടായിരുന്നത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ BJP-യുടെ പെർഫോമൻസ് പൊതുവെ കുറവായിരുന്നു. അതേസമയത്ത് 2016 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാടൊക്കെ BJP നല്ല വോട്ട് പിടിച്ചെങ്കിലും ആറ്റിങ്ങലിൽ BJP-യുടെ പെർഫോമൻസ് അത്ര ആശാവഹമായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളാണ് BJP മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ BJP-ക്ക് വേണമെങ്കിൽ ജയിക്കാം എന്നുള്ള നിലയിലാണ്. 2021 തെരഞ്ഞെടുപ്പിൽ 36,000 വോട്ടിനാണ് LDF സ്ഥാനാർത്ഥി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യെ 2ാം സ്ഥാനത്തേക്ക് തള്ളിയത്. പക്ഷേ അതേ അസംബ്ലി സെഗ്മെന്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP LDF-നെ താഴേക്ക് തള്ളിയിട്ട് 1ാം സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. അപ്പൊ ഈ ഒരു ആത്മവിശ്വാസമാണ് BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. സുധീറിന് കിട്ടുന്നത്. ഇതൊരു സംവരണ മണ്ഡലമാണെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിലെ ഇലക്ഷൻ സാധ്യതകളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കേന്ദ്ര സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ K. ജയപ്രസാദ് ആണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് പുറത്ത് BJP കാര്യമായ സ്വാധീനമുണ്ടാക്കിയ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. ഇത്തവണ ആറ്റിങ്ങലിൽ എന്തെങ്കിലും സാധ്യത BJP-ക്ക് താങ്കൾ കൽപ്പിക്കുന്നുണ്ടോ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ BJP-യും കുറിച്ച് പഠിക്കുന്ന ഒരാളിനെ മാതൃകയാക്കി എടുക്കാൻ, സാമ്പിളായിട്ട് എടുക്കാൻ കഴിയുന്നൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലവും വിശേഷിച്ച് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലവും. പഴയകാലത്തെ ചിറയൻകീഴ് മണ്ഡലമായിരുന്നു. 2009 പുനഃസംഘടന അല്ലേ? അതെ. നമ്മുടെ കേരളത്തിലെ പൊതുവെ നടക്കുന്ന എല്ലാ ഇലക്ഷൻ സർവേയിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇടതുപക്ഷത്തിന് വേണ്ടി നീക്കിവെക്കുന്ന പലപ്പോഴും ഒരു സീറ്റായിട്ട് കിട്ടുമ്പോഴും പോലും അത് ആറ്റിങ്ങൽ മണ്ഡലം അല്ലെങ്കിൽ പഴയകാല ചിറയൻകീഴ് മണ്ഡലമായിരുന്നു. അപ്പൊ ആ തരത്തില് ആറ്റിങ്ങലിന് വേറൊരു ചരിത്രമുണ്ട്. ആ തരത്തിൽ രാഷ്ട്രീയപരം മറ്റൊന്ന് പിന്നോക്ക വിഭാഗങ്ങളില് ഈഴവർ തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങൾ, മറ്റ് അവശ വിഭാഗങ്ങളൊക്കെ ഒരുപാട് അല്ലെങ്കിൽ ആ തരത്തിൽ അവർക്ക് സ്വാധീനമുള്ളൊരു മേഖലയാണിത്. അപ്പൊ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങലിലെ BJP-യുടെ വളർച്ച. 2011 തെരഞ്ഞെടുപ്പില് അന്ന് BJP-യുടെ സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ പി ബാവ അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് 4.23% വോട്ടാണ്. അതായത് 4844 വോട്ട് മാത്രമാണ്. 5000 വോട്ട്. അപ്പൊ നമ്മൾ സാധാരണ ഒരു വളരെ അവഗണിക്കുന്ന ഒരു സീറ്റായിരുന്നു. പക്ഷെ ആ മണ്ഡലം 2016 ആകുമ്പോഴത്തേക്കും BJP-യുടെ നിലവിൽ ഇന്നത്തെ മത്സരിക്കുന്ന സുധീർ തന്നെയാണ് അന്ന് സ്ഥാനാർത്ഥിയായിരുന്നു. 2016 19.98%, അതായത് 15.5% വോട്ട് വളർച്ച 5 വർഷം കൊണ്ട് ആറ്റിങ്ങലിൽ BJP-ക്ക് ഉണ്ടായ ഒരു സീറ്റ് ഉണ്ടായി എന്നുള്ളതാണ്. 27,602 വോട്ട് നേടി. അതേ സുധീർ തന്നെയാണ് 2021 സ്ഥാനാർത്ഥി. 2ാമത്തെ സുധീറിന്റെ മത്സരത്തിൽ ആ വോട്ട് 25% മാറി. അതായത് 4.2-ൽ നിന്ന് 19.98, അതായത് 20%-ലേക്ക് അത് ഉയർന്നത് 25.9%, 26%, ഏതാണ്ട് 6% ഗ്രോത്ത് ഇവിടെ BJP ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു കൺസിസ്റ്റന്റ് ആയ വളർച്ച, ഇപ്പൊ നമ്മൾ മറ്റ് വിഷയങ്ങളൊന്നും നോക്കണ്ട. നമ്മൾ ഇവിടെ വരുന്നത് ജനങ്ങള് BJP-യെ സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. ഈ BJP-യുടെ വളർച്ചയ്ക്ക് സമാനമായിട്ടും ഇടതുപക്ഷ കോൺഗ്രസ് വോട്ടിലെ തളർച്ചയും നമുക്ക് കാണാം. അപ്പൊ ഇവിടെ നമ്മൾ നഗരമണ്ഡലം എന്ന് പറയാൻ കഴിയില്ല, സെമി അർബൻ ആണ്. അത് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും ചേർന്നിട്ടുള്ള മേഖലയാണ്.
അവിടെ BJP പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എത്രമാത്രം സ്വീകാര്യം, ഒരു കാലഘട്ടത്തിൽ ചുമന്ന കൊടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാത്രമേ പോപ്പുലർ ആയിരുന്ന ഒരു പ്രദേശത്തേക്ക് അടിസ്ഥാന ജനവിഭാഗങ്ങൾ കൂടുതലുള്ള ഒരു മേഖലയിലേക്ക് എങ്ങനെ BJP കടന്നു വന്നു എന്നുള്ളത് ശരിക്കും നമ്മൾ കൂടുതൽ പഠനം നടത്തേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇവിടെ നമ്മൾ ലോകസഭയിലേക്ക് വരുമ്പോൾ 3 ലോകസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ വോട്ട് ഷെയർ 2014 9.1%, വെറും 11,587 വോട്ടാണ് ലഭിക്കുന്നത് 2014. 2014 ഇപ്പൊ 2019 ആകുമ്പോഴത്തേക്കും അത് 30.7% മാറി. അതായത് 9% നിന്ന് 30%, 21% ഗ്രോത്താണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലുണ്ടായത്. അത് തന്നെ 2024 ആകുമ്പോഴത്തേക്കും അത് 37.29% മാറി. അതായത് നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷത്തെ ഭരണ മികവിന്റെ നേട്ടം BJP വോട്ട് 9% നിന്ന് 37.2% മാറി. ഇതിൽ നമ്മൾ കോൺഗ്രസിന്റെ വോട്ട് നോക്കണം. കോൺഗ്രസ് 2014 34% ആയിരുന്നെങ്കിൽ 2019 അത് 35%, 2024 അത് 29% കുറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ വോട്ട് 2014 50% വോട്ട് ഇടതുപക്ഷത്തിന് ലഭിച്ചു. 2019 അത് 34%, 2024 32% താണു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതായത് BJPയുടെ വോട്ട് കൂടുന്ന സമയത്ത് കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒരുപോലെ തന്നെ വോട്ട് ഒരേപോലെ 2 മുന്നണികളുടെയും വോട്ട് ഷെയർ കുറയുന്നുണ്ട്. അപ്പൊ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പില് അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കേന്ദ്രീകരണം, ധ്രുവീകരണം CPM-ന് ഗുണകരമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം കാരണം ഈ പ്രദേശത്ത് അപ്പം CPM-ന്റെ കേഡർ വോട്ടുകൾ വളരെയധികം ക്ഷയിച്ചൊരു മേഖലയാണത്. പക്ഷേ CPM-ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലും CPM-ന് ആ തരത്തിലുള്ള ന്യൂനപക്ഷ വോട്ടുകളുടെ ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. 2021 തെരഞ്ഞെടുപ്പ് ആറ്റിങ്ങൽ ശ്രദ്ധേയമായത് BJP 2ാം സ്ഥാനത്ത് വന്നതാണ്. കോൺഗ്രസിനെ പുറകിലാക്കി BJP 2ാം സ്ഥാനത്ത് വന്നു. അതെ. അപ്പൊ 2024 ലോകസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ തന്നെ BJP 3rd പൊസിഷൻ ആണെങ്കിൽ ക്ലോസ് സെക്കൻഡ് ആയിരുന്നു. അതായത് നാമമാത്രം വെറും 13,000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ജയിച്ച കോൺഗ്രസ് കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശും വി മുരളീധരൻ തമ്മിലുണ്ടായിരുന്നത്. അന്ന് വളരെ വൈകിട്ടാണ് റിസൾട്ട് വരുന്നത്. വളരെ ക്ലോസ് ഫൈറ്റ് ആണ്. വെറും 850 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിക്കുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ ഇത് ആറ്റിങ്ങൽ മാത്രമല്ല 7 മണ്ഡലങ്ങളിലും ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് ഷെയറിലെ ഈ ഗ്രോത്ത്. കാട്ടാക്കടയിലും ലീഡ് ഉണ്ടായിരുന്നു. കാട്ടാക്കടയിൽ 1ാം സ്ഥാനം, കാട്ടാക്കടയും ആറ്റിങ്ങലും ലോകസഭയിൽ 1ാം സ്ഥാനത്ത് വന്നു. അപ്പൊ ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്, BJPയുടെ യാത്ര തുടങ്ങുന്നത് 4.25% 2011 അത് 19%, 26% നിയമസഭയിൽ വരുമ്പോൾ ലോകസഭയിൽ അത് 9% നിന്ന് 37.2% മാറി എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ കോൺഗ്രസ് അവിടെ തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിൽ അവിടെ RSPയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അതെ, RSP ആണ് കഴിഞ്ഞ തവണ. ഇത്തവണ മത്സരിക്കുന്നത് സന്തോഷ് ഭദ്രനായിരുന്നു. കഴിഞ്ഞ തവണ മത്സരിച്ച A ശ്രീധരനായിരുന്നു. അപ്പൊ OS അംബികയാണ് കഴിഞ്ഞ തവണ അവിടെ ജയിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി. അവർ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവർക്കെതിരെ ശക്തമായ ജനവികാരം ഉണ്ടെന്നാണ് പറയുന്നത്. അല്ല, ആ തരത്തില് ഞാൻ ഒരു ഭാഗത്ത് ഗവൺമെന്റിനെതിരായ ജനവികാരം മുഴുവനും അവിടുത്തെ നിലവിലുള്ള MLAക്ക് വരും. മാത്രമല്ല MLAയുടെ പ്രകടനവും ജനങ്ങൾ വാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പൊ സുധീറിന് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, അയാള് പരാജിതനായിട്ടും അവിടെ 2ാമത് മത്സരിച്ചിട്ട് ഇത് 3ാമത് മത്സരിക്കുകയാണ്. സമാന്തരമായിട്ട് BJPക്ക് അവിടെ ക്രമാനുഗതമായിട്ടുള്ള വളർച്ച രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ദൗർബല്യം ശരിക്കും നമുക്ക് അളക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട 7 മണ്ഡലങ്ങളും ആറ്റിങ്ങൽ നിയോജക മണ്ഡലവും. കാരണം ആ തരത്തില് ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആനത്തലവട്ട അനന്തനെയൊക്കെ പോലെയുള്ള സമ്പന്നതരായ നേതാക്കൾ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പാരമ്പര്യം അവകാശപ്പെടുന്ന കയറി വിരിക്കുന്ന തൊഴിലാളികളും ആ തരത്തിലുള്ള അടിസ്ഥാനപരമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ മണ്ഡലം തന്നെ മാറുകയാണ്. ഈ തെരഞ്ഞെടുപ്പില് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം ഒരു ചരിത്രവിധി കുറിക്കുന്ന തരത്തിലേക്ക് ഉയരും. കാരണം ഈ ഗ്രോത്ത് റേറ്റ്
നിലനിർത്തി കഴിഞ്ഞാലും മതി. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ തരത്തിലേക്ക് ഗ്രോത്ത് റേറ്റ് വേണമെന്നില്ല. അതിന് 4 ഗ്രോത്ത് ഉണ്ടായാൽ മതി. അതായത് ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിന് 30-33% വോട്ട് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ വിജയ സാധ്യതയുണ്ട്. ഈ ലോക്സഭയിലെ വോട്ട് പിടിച്ചാലും മതി. ലോക്സഭയിലെ വോട്ട് വേണമെന്നില്ല. ലോക്സഭയിലെ വോട്ടിൽ താഴെ നിന്നാൽ കാരണം ലോക്സഭയിൽ 37.2% വോട്ട് ലഭിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കാൻ വളരെ ക്ലോസ് ഫൈറ്റ് ആയതുകൊണ്ട് ഒരു 35-ന് താഴെ അല്ലെങ്കിൽ 33-34% കിട്ടിയാൽ തന്നെ അവിടെ ജയിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ആ തരത്തിൽ നമുക്ക് തിരുവനന്തപുരം ജില്ലയില് വലിയ സാധ്യതകളുള്ള, എന്നാൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ തരത്തിൽ അവഗണിക്കും. പക്ഷെ എടുത്തു പറയേണ്ട ഒരു വിഷയം, നമ്മുടെ പട്ടികജാതി വിഭാഗ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സംവരണ മണ്ഡലങ്ങളെ നമ്മുടെ ചർച്ചകളിലേ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും സങ്കടം തോന്നുന്ന അതാണ്. ആ തരത്തില് ഈ ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലങ്ങളിൽ നടക്കുന്ന, കാരണം ഈ ഇടതുപക്ഷത്തിന്റെ പരാജയം നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ്. ഇടതുപക്ഷത്തിൽ നിന്നും 2 സിറ്റിംഗ് മുൻ MLA-മാരും 1 സിറ്റിംഗ് MLA-യും BJP-യിൽ വന്നതെല്ലാം തന്നെ ദളിത് വിഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ്. അത് രാജേന്ദ്രനാണെങ്കിലും വൈക്കത്തെ അജിത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ CC മുകുന്ദനാണെങ്കിലും MLA ആണെങ്കിലും ഒക്കെ തന്നെ. അപ്പൊ ആ തരത്തിൽ ഇപ്പം ഈ മണ്ഡലങ്ങള് നമ്മുടെ മാധ്യമ ശ്രദ്ധ വരാത്തതുകൊണ്ട് പൊതുവെ ആറ്റിങ്ങൽ മണ്ഡലം ചർച്ച ചെയ്യപ്പെടാറില്ല. BJP-യുടെ വളർച്ചയും ആ തരത്തിൽ പ്രകടമായ ഒരു മേഖലയാണ് പാർലമെന്റ് മണ്ഡലത്തിൽ. തിരുവനന്തപുരത്ത് കുറച്ചുകൂടെ പരമ്പരാഗതമായ BJP ഗ്രോത്ത് ഉണ്ടായിരുന്നു. പക്ഷെ പഴയ ചിറയൻകീഴ് മണ്ഡലത്തിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലും BJP ആ തരത്തിലുള്ള സാന്നിധ്യം 2014 വരെ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീടുള്ള സംഘടനാപരമായ വളർച്ചയും കേരളത്തില് ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെ പരാജയപ്പെടുന്നു ഉള്ളതിനുള്ള ഒരു അളവുകോലായിട്ടും ഈ മണ്ഡലത്തെ നമുക്ക് എടുക്കാൻ കഴിയും. അത് ഈ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് അനുകൂലമായ ഏറ്റവും സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ.